നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമൽ, ഓട്ടോ കാശൊന്ന് കൊടുക്കാവോ? ഓക്കെ ഡാർലിംഗ്. എത്രയാട്ടാ? 430. വീട്ടിൽ നിന്ന് ഇവിടെ വരെ വരാൻ ഇത്രയും കാശോ? ഇച്ചിത്തരം പറയാതടാ. ഞാൻ ഈ ഓട്ടോ കയറിട്ട് 3 മണിക്കൂറായി. എനിക്ക് കുറച്ചധികം പരിപാടികൾ ഉണ്ടായിരുന്നു. ഓ ശരി. ഇതാട്ടാ. ബാക്കി ചേട്ടാ വെച്ചോ. താങ്ക് യു മോളെ. എടി, ഇത്രയും ഓട്ടോ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ വിളിച്ചാ പോരെ? അത് വിട്. നിന്നെ ഏൽപ്പിച്ച കാര്യം എന്തായി? മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടിയോ? പിന്നെ കിട്ടാതെ. നിനക്ക് വേണ്ടി ഞാനത് ഒപ്പിച്ചില്ലേ? ഇതാ നോക്ക്. ഈ ക്യാൻസർ സർട്ടിഫിക്കറ്റ് വെച്ച് എന്താ നിന്റെ പ്ലാൻ? അതൊക്കെ പറയാം. ഞാൻ പറഞ്ഞ ടാബ്ലറ്റ് കിട്ടിയോ? അതും കിട്ടി. എടുക്ക്. പല്ലിനിടയിൽ സൂക്ഷിച്ചു വെച്ചിട്ട് ആവശ്യമുള്ളപ്പോ ചെറുതായിട്ടൊന്ന് കടിച്ചാ മതി. ഇഷ്ടം പോലെ ബ്ലഡ് വന്നോളും. സിനിമയിലും സീരിയലിലും ഒക്കെ വായിന്ന് ബ്ലഡ് വരാൻ ഇപ്പൊ ഇതാ ഉപയോഗിക്കുന്നത്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം, ഇല്ലെങ്കിൽ ടൈമിങ് തെറ്റി ബ്ലഡ് പുറത്തു വരും. അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട. ഇത് നല്ല ടൈമിംഗ് ഉള്ള ആർട്ടിസ്റ്റ് തന്നെ. അപ്പൊ ഇത് നിന്റെ ഉപയോഗത്തിനല്ല അല്ലേ? അതെന്താ? എനിക്ക് ടൈമിംഗ് ഇല്ലെന്നല്ലേ നീ പറഞ്ഞു വരുന്നേ? അതല്ല, എന്നാലും കൂടുതൽ വാചകം അടിക്കണ്ട. നീ എന്നെ ഇൻസൾട്ട് ചെയ്തു. ഇങ്ങനെ പോയാ എനിക്ക് ബ്രേക്കപ്പിനെ പറ്റി ചിന്തിക്കേണ്ടി വരും. ബ്രേക്കപ്പോ? അത് തന്നെ. എന്റെ കഴിവിൽ നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് പിരിയാമല്ലേ? ഓഹോ, അപ്പൊ ഞാൻ കേട്ടത് ശരി തന്നെ. നിനക്ക് വേറെ പ്രപ്പോസൽ വന്നല്ലേ? എന്നെ തേക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ പണി തരും. 8ന്റെ പണി തന്നെ ഞാൻ തിരിച്ചു തരും. നീ എന്നെ ഇങ്ങനെ കരുതിയിരുന്നല്ലേ? എനിക്കിനി ജീവിക്കണ്ടാമല്ലേ? ഞാൻ ചത്തോളാം. എന്നാലും ഞാൻ നിന്നെ തേക്കുമെന്ന് നീ പറഞ്ഞല്ലോ. ഒരു തമാശക്ക് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞപ്പോ നീ എന്നെ തകർത്ത് കളഞ്ഞല്ലോ. അയ്യോ ശിവാനി മോളെ, ഞാൻ നിന്റെ വീട്ടില് പെണ്ണ് കാണാൻ ആരോ വന്നു കേട്ടപ്പോ. ഈ കുരങ്ങ ഇതെങ്ങനെ അറിഞ്ഞ? അതിന്റെ കൂടി നീ ബ്രേക്കപ്പ് എന്നൂടി പറഞ്ഞപ്പോ ആകെ ടെൻഷനായി. അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. സോറി. എന്നാലും നീ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? സീതാദേവിയെ പോലെ പരിശുദ്ധിയാടാ ഞാൻ. ഓക്കെ, ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായി. നിനക്ക് വയറ് നിറയെ ഞാൻ ബിരിയാണി വാങ്ങിത്തരാം, പോരെ? ബിരിയാണി വേണ്ട, പിzzയും മൊഹിത്തയും മതി. ഓക്കെ. എന്നാലും ആരാ നിന്നെ പെണ്ണ് കാണാൻ വന്നത്? അയ്യോ, പെണ്ണാണാൻ വന്ന എന്നെയല്ല, ഞങ്ങളുടെ വീട്ടിലെ വേലക്കാരിയില്ലേ നിധി, അവളെ കാണാൻ വന്നതാ. ചെറുക്കനും കൂട്ടരും ഏതോ കൂടിയ കാറിലാ വന്നതെന്ന് കേട്ടു. ഈ വൃത്തിയോട്ടവനെല്ലാം അറിഞ്ഞു വച്ചിക്കാണല്ലോ. അതെ, അവളെ കാണാൻ വന്നത് ഏതോ വലിയ വീട്ടിലെ ഒരു ഡ്രൈവറാ. അയാൾ അവിടുത്തെ കാർ അടിച്ചു മാറ്റി വന്നതാ. ഓ, ഇപ്പോഴാ എന്റെ ശ്വാസം നേരെ വീണത്. അല്ലെങ്കിലും നീ എന്നെ തേക്കില്ലെന്ന് എനിക്ക് അറിയായിരുന്നു ശിവാനി. മണ്ടം വിശ്വസിച്ചെന്ന് തോന്നുന്നു. നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാ ഞാൻ നീ പറയുന്നതൊക്കെ ചെയ്യുന്നത്. അതൊക്കെ എനിക്ക് അറിയാമല്ലേ. നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ബെസ്റ്റ് ഫ്രണ്ട് എന്നും പറഞ്ഞ എന്നെ ഒതുക്കരുത്. ഞാൻ നിന്റെ ലവറാ. എന്നോട് ഐ ലവ് യു എന്ന് പറ ശിവാനി. അത് പിന്നെ പറയാടാ. അതിനൊരു മൂഡൊക്കെ വരണ്ടേ? പ്രണയത്തിന്റെ ഒരു മണി മുഴങ്ങണ്ടേ? അത് മുഴങ്ങുമ്പോ തീർച്ചയായും ഞാൻ നിന്നോട് പറയും. ഞാൻ കാത്തിരിക്കും. ഓ ആയിക്കോട്ടെ. തൽക്കാലം നമുക്ക് നീ നേരത്തെ ഓഫർ ചെയ്ത ഫുഡ് അടിക്കാം. എന്നിട്ട് എന്നെ വീട്ടിൽ വിട്ടാ മതി. ശരി. അമ്മേ, ഞാൻ അപ്ലൈ ചെയ്ത ജോലിക്ക് ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട്. ആണോ? എപ്പോഴാ മോളെ ഇന്റർവ്യൂ? നാളെ രാവിലെ 10 മണിക്ക്. പക്ഷെ 9:30 റിപ്പോർട്ട് ചെയ്യണം. അയ്യോ, അപ്പൊ നിനക്ക് പഠിക്കാൻ വളരെ കുറച്ച് സമയമല്ലുള്ളൂ. നേരം കളയാതെ മോള് പോയിരുന്നു വായിക്ക്. എന്റെ അമ്മേ, ഇന്റർവ്യൂവിന് അങ്ങനെ വായിച്ചു പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല.
നമ്മുടെ സ്കില്ലും കോൺഫിഡൻസ് ലെവലും ഒക്കെയാ അവരളക്കുന്നത്. അക്കൗണ്ടൻസ് ഞാൻ പഠിച്ചതും കുറെ കാലം കൈകാര്യം ചെയ്തതും ഒക്കെ അല്ലേ. ഇന്റർവ്യൂവിൽ ഞാൻ ഷൈൻ ചെയ്യുക തന്നെ ചെയ്യും. അല്ല, ആരെക്കൊണ്ടെങ്കിലും ശുപാർശ ചെയ്യിക്കേണ്ടി വരുമോ മോളെ? എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ ദൈവം അല്ലാതെ മറ്റാരാ ഉള്ളത്? വലിയ മന്ത്രിമാരെ രാഷ്ട്രീയക്കാരെ ഒന്നും നമുക്ക് പരിചയമില്ലല്ലോ. പിന്നെ കഴിവിനും ആത്മാർത്ഥതയ്ക്കും അപ്പുറം ആരുടെയെങ്കിലും ശുപാർശ കത്തായി ഈ കമ്പനിക്ക് വേണ്ടതെങ്കിൽ നമുക്ക് ആ ജോലി വേണ്ട. ഇനിയും നല്ലത് വരുമെന്ന് കരുതി കാത്തിരിക്കാം. അതൊന്നും വേണ്ടിവരില്ല. ഈ ജോലി നിനക്ക് തന്നെ കിട്ടും മോളെ. നീ അമ്മാവനെ വിളിച്ച് വിവരം പറ. കേൾക്കുമ്പോ അശോകേട്ടന് സന്തോഷാവും. ശരി അമ്മേ. ഈശ്വര, എന്റെ കുഞ്ഞിന്റെ ഈ സന്തോഷെങ്കിലും നീ നിലനിർത്തി തരണേ. അവളുടെ ഒരു കോൺഫിഡൻസ്. ഇന്റർവ്യൂവിന് വിളിച്ചപ്പോ തന്നെ ജോലി എന്തോ കിട്ടിയ മട്ടില്ല അമ്മയുടെ മോളുടെ സംസാരം. ഏയ്, ജോലി കിട്ടിക്കൂടായികയില്ല മോളെ. എവിടുന്നോ ഒരു പൊട്ട ഭാഗ്യം അവൾക്ക് കിട്ടിയിട്ടുണ്ട്. ഗൗതമിനെ പോലും സത്യത്തില് ദൈവം അവൾക്കല്ലേ കൊടുത്തത്. നമ്മൾ ബുദ്ധിപൂർവം കളിച്ചതുകൊണ്ട് ആ കോടീശ്വരൻ നമ്മുടെ ഭാഗത്തായി. ഇല്ലെങ്കിൽ അവനെ അവള് കൊത്തിക്കൊണ്ട് പോയാന്. ശോ, അവളും ചന്ദ്രികയും മഹാറാണിമാരായി ജീവിക്കുന്ന കാര്യം എനിക്ക് ഓർക്കാനേ വയ്യ. അവൾക്ക് വന്ന ഗൗതം എന്ന ഭാഗ്യത്തെ നമ്മൾ തട്ടിയെടുത്തതുപോലെ ഇപ്പൊ വന്നിരിക്കുന്ന ജോലി എന്ന ഭാഗ്യത്തെ നമ്മളെ തട്ടി നീക്കണം. തട്ടി നീക്കും മോളെ. നാളെ അവൾ ഇന്റർവ്യൂവിന് പോകാൻ നമ്മൾ സമ്മതിക്കില്ല. നിന്റെ കല്യാണം കഴിയുന്നത് വരെ അവൾ ജോലിക്ക് പോണ്ട. നമ്മുടെ അടിമയായി ഇവിടെ കഴിയും. ശമ്പളം കിട്ടി തുടങ്ങിയ അവളുടെ അഹങ്കാരം കൂടും. അത് കാണാൻ എനിക്ക് വയ്യമ്മേ. ശമ്പളം ഇല്ലാതെ ഒരു മാസമെങ്കിലും എനിക്ക് അവളെ വേണം. എങ്കിലേ എന്റെ കാശ് തരാത്തതിന്റെ പേരിൽ എനിക്കവളെ പീഡിപ്പിച്ച് രസിക്കാൻ പറ്റൂ. അവളുടെ ആത്മവിശ്വാസത്തിന്റെ തലമണ്ടക്കിട്ട് ഒരടി എനിക്ക് കൊടുക്കണം. അതെ, നമ്മൾ സെൽഫ് റെസ്പെക്ട് ഇല്ലാത്തവരാണെന്നല്ലേ അവള് പറഞ്ഞത്. ആത്മാഭിമാനം ഇല്ലാതെ ഇവിടെ കഴിയാൻ വേണ്ടി അവളമ്മയുടെ കാല് പിടിച്ച് കെഞ്ചണം. പൂച്ച എലിയെ തട്ടും പോലെ അവളെ കൊറേ തട്ടി കളിച്ചിട്ട് വേണം എനിക്ക് ഗൗതമിന്റെ കൈ പിടിച്ച് ഈശ്വരമംഗലത്തേക്ക് പോവാൻ.